പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഥയമവയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രാമേന്ദ്ര സാർ പുതിയൊരു കഥയുമായി വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു നമ്മൾ വിശിഷ്ട അദ്വൈതത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. അദ്വൈതം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ വിശിഷ്ട അദ്വൈതം? അത് ഉണ്ടാക്കിയ രാമാനുജാചാര്യരെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ, എന്താണ് വിശിഷ്ടാദ്വൈതം എന്ന് പറഞ്ഞാൽ? വിശിഷ്ടാദ്വൈതം വളരെ ലളിതമാണ്. എന്താണെന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ഡ്യുവലിസം, നോൺ ഡ്യുവലിസം. അദ്വൈതം രണ്ടല്ല എന്നാണല്ലോ. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുമ്പോൾ പ്രപഞ്ചവും ദൈവവും മനുഷ്യനും അഭിന്നമാണ് എന്നുള്ളതാണ്. ഒന്നെന്നല്ല, അഭിന്നമാണെന്ന് പറഞ്ഞാൽ തത്വം ശരിയാവുള്ളൂ. അപ്പോൾ ഇത് വിശിഷ്ടാദ്വൈതത്തിൽ അങ്ങനെയല്ല. വിഷ്ണു ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം കൂടി ഏകമാകുന്ന പരിപാടി, അഭിന്നമാകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലാതെ വരരുത് എന്നുള്ളതാണ്. അതായത് അദ്വൈതത്തിനെ ക്വാളിഫൈ ചെയ്യുക, ദൈവം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവം വേറിട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. നമ്മൾ പറയുമ്പോൾ ദൈവം, മനുഷ്യൻ, പ്രപഞ്ചം എല്ലാം ഒന്നെന്നാണല്ലോ തത്വം. നീ തന്നെയാണ് ദൈവം, അതെ, തത്വമസി എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയല്ല, വിഷ്ണു ഉണ്ട്, ദൈവം ഉണ്ട്, അത് പക്ഷെ വിഷ്ണുവാണ് എന്നുള്ളതാണ്. അത് ഈ ശൈവ മതത്തിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് അതിൽ വരുന്നത്. അത് കുറച്ചും കൂടി ദൈവം ഒരു വേറെ ഒരു എൻറ്റിറ്റിയാണ്. അതാണ്. നീയും ദൈവവും ഒന്നല്ല, ദൈവം തന്നെ ആത്മാവും ദൈവവും ഒന്നല്ല, അത് വേറെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശങ്കരനും നാരായണ ഗുരുവും വരെയുള്ളവർ കണ്ണാടിയിലൂടെ ഗുരു കാണിച്ചു തന്നത് നീ തന്നെയാണ് ദൈവം എന്നാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താസരണിയാണ് ഒരു നാരായണ ഗുരു ഒക്കെ അദ്വൈതിയാണ്. അതിൽ നിന്ന് വേറിട്ടതാണ്. അപ്പൊ ദ്വൈതവാദികളും അല്ല, മാധ്വാചാര്യർ പറഞ്ഞതുമല്ല. അപ്പൊ നമ്മുടെ ആളുകൾക്ക് അദ്വൈതം അറിയാം, ദ്വൈതം പോലും കാര്യമായിട്ട് അറിയില്ല. ദ്വൈതം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മാധ്വാചാര്യരുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ അറിവ് കൊങ്ങിണിമാരൊക്കെ അതാണ് ഫോളോ ചെയ്യുന്നത്. കൊങ്ങിണിമാർ മാത്രമല്ല, അവർക്ക് ദ്വൈതവും അദ്വൈതികളും ഉണ്ട് കൊങ്ങിണിമാരിലും ഒക്കെ. മറ്റേ മാധ്വാചാര്യരുടെ അദ്വൈതത്തിന് കേരളവുമായിട്ട് ബന്ധമുണ്ട്. എന്താന്ന് വെച്ചാൽ 70 കൊല്ലം കൊച്ചി രാജാക്കന്മാർ ദ്വൈതികളായിരുന്നു. മധ്വാചാര്യരുടെ ആ മതം സ്വീകരിച്ചു. എന്നിട്ട് ദ്വൈതമതം സ്വീകരിച്ചത് കാരണമാണ് തൃപ്പൂണിത്തുറയിൽ ഇത്രയും എംബ്രാന്തിരിമാര് വന്നു ചേർന്നത്. അങ്ങനെ അവരുടെ ആചാര്യൻ വന്ന് രാജാവിനെ ഇടയ്ക്കിടയ്ക്ക് കാണും, ഉപദേശം തേടും. എന്നിട്ട് പൂർണ്ണത്രയീശ ക്ഷേത്രം, സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്പൂതിരിമാരിലെ ശാന്തിമാരൊക്കെ ആവുക, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ എംബ്രാന്തിരി അശാന്തി. ഓ, അത് ശരി. എംബ്രാന്തിരികൾ എന്ന് പറയുന്നത് ദ്വൈതവാദികളാണ്, അദ്വൈതികളല്ല. അല്ല, ബ്രാഹ്മണരിൽ ഇപ്പൊ ഇവർക്ക് ഒരു ഗ്രേഡ് വ്യത്യാസമുണ്ടോ? അതൊക്കെ കാണുമല്ലോ. നമ്പൂതിരിമാർക്ക് ഈക്വലന്റ് വെച്ചാൽ നമ്പൂതിരിമാരുമായിട്ട് ഇടഞ്ഞു തൃപ്പൂണിത്തുറയിലെ രാജാവ്. അങ്ങനെയാണ് എംബ്രാന്തിരിമാരെ കൊണ്ടുവന്നത്. പാലക്കാട്ട് രാജാവ് നമ്പൂതിരിയുമായിട്ട് അടഞ്ഞപ്പോഴാണ് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്നത്. ഈ ഒരു ഇടച്ചിൽ എല്ലാത്തിൻ്റെയും ഭാഗത്ത് കാണും. അധികാരവും പൗരോഹിത്യം തമ്മിലുള്ള ഒരു ഇടച്ചിൽ. അതെ, പാലക്കാട്ട് രാജാവ് വേറൊരു ജാതിയിൽപ്പെട്ട ആളുമായിട്ടൊരു പ്രണയം വന്നു. ആ വിവാഹം നടത്തി കൊടുക്കണമെന്ന് നമ്പൂതിരിമാരോട് ആവശ്യപ്പെട്ടു. അവർ സൗകര്യമില്ല എന്ന് പറഞ്ഞു. മറ്റേ ബ്രാഹ്മണർക്ക് ചില സമയത്ത് അവർ വലിയ ആളുകളെന്ന അഹങ്കാരം വരുമല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടിടത്തും വന്നത്. ഇവിടെ എംബ്രാന്തിരിമാര് ഒരുപാട് വന്ന് താമസിക്കാൻ തുടങ്ങി. ഒരിക്കൽ അനന്തമൂർത്തിയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യമൊക്കെ ധാരാളം എംബ്രാന്തിരിമാരുടെ കാര്യമൊക്കെ തൃപ്പൂണിത്തുറയിലൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓ അത് ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ മുത്തച്ഛൻ അവിടെ പൂജാരിയായിരുന്നിരിക്കുന്നു പറഞ്ഞു. കാരണം കൊച്ചിയിലായിരുന്നു മുത്തച്ഛൻ എന്നുള്ളത് വീട്ടിലൊക്കെ പറഞ്ഞ് കുറെ കാലം അവിടെ കേട്ടിരുന്നാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ 70 കൊല്ലം, അതായത് ശക്തൻ തമ്പുരാൻ പറഞ്ഞിരുന്നു, ഒരു കാരണവശാൽ ഇവരെ നമ്മൾ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ശക്തൻ തമ്പുരാന്റെ മരണശേഷം വന്ന 2 രാജാക്കന്മാരാണ് ഈ ദ്വൈതവാദികളെ നമുക്ക് പുതിയ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അതെ, അപ്പോൾ അത് വേറെ ആയിപ്പോയി. അല്ല, എന്തായാലും കുറച്ച് ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളല്ലേ
അതുകൊണ്ട് അത് കുഴപ്പമില്ല, പ്രേക്ഷകർ അത് സ്വീകരിച്ചോളും. അപ്പോൾ ഈ രാമാനുജാചാര്യർ ശ്രീ പെരുമ്പുതൂരിൽ ആണ് ജനിച്ചത്. തമിഴ്നാട്ടില് ശ്രീ പെരുമ്പുതൂരിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലം. ശ്രീ പെരുമ്പുതൂരിൽ രാജീവ് ഗാന്ധി സ്മാരകമുണ്ട്. അതിനടുത്ത് തന്നെ വലത്തേക്ക് ഒരു ആർച്ച് നമുക്ക് കാണാം. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിലേക്കൊക്കെ പോകാവുന്നത് രാമാനുജാചാര്യ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആർച്ച് കാണാം. അപ്പോൾ ഈ തമിഴ്നാട്ടില് ആൾവാർമാരുടെ ഭക്തി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൽ ആണ്ടാൾ എന്ന് പറഞ്ഞ സ്ത്രീ ഒരുപാട് പാട്ടുകൾ, പുറത്തൊക്കെ ഈ മീരയുടെ കാര്യമൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ ആൾവാർമാര് ഈ ആണ്ടാളിൻ്റെ കീർത്തനമൊക്കെ ധാരാളം ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് രാമാനുജാചാര്യർ. ഇവിടെ തന്നെ പറഞ്ഞേക്കാം, രാമാനുജാചാര്യർ സ്വന്തമായ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നവോത്ഥാനമൊക്കെ പിന്നീട് ഉണ്ടായതൊന്നുമല്ല. അപ്പൊ അദ്ദേഹം സ്ത്രീകൾക്ക് പ്രത്യേക പാഠശാലയും തുടങ്ങിയിരുന്നു. ഇവിടെയാണ് പള്ളിക്കൂടം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറയുന്ന തിയറിക്കൊക്കെ വിരുദ്ധമാണിത്. സ്ത്രീകൾക്ക് പാഠശാല, ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം, ഈ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സാമൂഹിക നീതി നടപ്പാക്കിയ ഒരാളായിരുന്നു അദ്ദേഹം. ഈ വിശിഷ്ടാദ്വൈതം അദ്വൈതികൾ അംഗീകരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നോക്കുമ്പോഴൊക്കെ അദ്ദേഹം പുരോഗമനവാദിയും ഒക്കെയാണ്. നവോത്ഥാനം നടപ്പാക്കിയ ആളുമാണ്. ശങ്കരാചാര്യരുടെ അദ്വൈതമൊക്കെ വന്ന ശേഷം ആൾവാർമാരുടെ ഭക്തി പ്രസ്ഥാനം നടക്കുന്നു. ആൾവാർമാർക്ക് ശേഷം വൈഷ്ണവ മതത്തിന് നാഥമുനി എന്ന് പറഞ്ഞിട്ടൊരു ആചാര്യൻ ഉണ്ടാവുന്നു. ആദ്യത്തെ ആചാര്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ജീവിച്ചിരുന്നത് ശ്രീരംഗം, ആ ക്ഷേത്രം അതിനോടൊക്കെ അനുബന്ധിച്ചാണ്. 4000 ഈ പ്രബന്ധം എന്ന് തമിഴിൽ പറയുന്നത് കവിതകൾക്ക് തന്നെയാണ്. ഈ 4000-ഓളം ശ്ലോകങ്ങൾ കമ്പൈൽ ചെയ്തിരുന്നു ആ കാലത്ത്. ഈ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി യമുനാചാര്യർ വൈഷ്ണവ ആചാര്യനായി. ഈ യമുനാചാര്യര് ഇനി ഒരു പിൻഗാമി ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് ഒരു പിൻഗാമി അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്ന സമയത്താണ് ഈ വരദരാജ പെരുമാൾ ക്ഷേത്രം കാഞ്ചീപുരത്ത് ഗുരുവിൻ്റെ കൂടെ രാമാനുജാചാര്യരെ കാണുന്നത്. അപ്പോൾ ഈ കാഴ്ചയിലുമൊക്കെ ആളെ മനസ്സിലായിട്ട് ഇദ്ദേഹത്തിന് പിൻഗാമി ആക്കുകയാണ് പിന്നീട്. ആ കഥ പറയാം. അപ്പോൾ ശ്രീപെരുമ്പുതൂർ ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് പോകുമ്പോൾ ഒരു 40 കിലോമീറ്റർ എത്തുമ്പോഴാണ് ശ്രീപെരുമ്പുതൂർ എന്ന് പറയുന്ന സ്ഥലം. അച്ഛൻ്റെ പേര് കേശവ സോമയാജി എന്ന് പറഞ്ഞാൽ യാഗം നടത്തിയിട്ടുള്ള ആളാണ്. സോമയാഗം നടത്തിയിട്ടുണ്ട്. അമ്മ കാന്തിമതി. അപ്പം യജ്ഞങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരാൾ. ഈ കുഞ്ഞുണ്ടായിട്ട് ഈ അമ്മയുടെ സഹോദരൻ ശൈലപൂർണൻ, നമ്പി എന്നും വിളിക്കും, അദ്ദേഹം വന്നിട്ടാണ് കുഞ്ഞിന് പേരിടുന്നത് രാമാനുജൻ. രാമൻ്റെ അനുജൻ, ലക്ഷ്മണൻ എന്നാണ് അർത്ഥം രാമാനുജൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ യമുനാചാര്യരുടെ ശിഷ്യൻ കാഞ്ചിപൂർണൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. വൈഷ്ണവ ആചാര്യൻ യമുനാചാര്യര് ശ്രീരംഗത്തുള്ള. അദ്ദേഹത്തിന് കാഞ്ചീപുരത്തുകാരനൊരു കാഞ്ചിപൂർണൻ എന്ന് പറഞ്ഞ ശിഷ്യനുണ്ട്. ദലിതനാണ്. ഈ ബ്രാഹ്മിൻ ഹെജിമണി എന്ന് പറയുന്ന അസംബന്ധം ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായ ഒരു വാസ്തവമാണ്. അന്ന് ഒരു ബ്രാഹ്മണ ഗുരുവിന് ഒരു ദലിത് ശിഷ്യൻ കാഞ്ചിപൂർണൻ. ഈ കാഞ്ചിപൂർണൻ പിന്നീട് രാമാനുജന്റെ ഗുരു ആകുന്നുണ്ട്. അത് ശരി. അപ്പൊ ഈ പറയുന്ന അസ്പൃശ്യത ഒന്നും എല്ലായിടത്തും ഒരേപോലെ പ്രയോഗത്തിലുണ്ടായിരുന്നതല്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് ഈ ബ്രിട്ടീഷുകാരും ആളുകളെ മറ്റേ അടിക്കാനും ഒക്കെ നമ്മൾ ആളുടെ മറ്റേ മനുസ്മൃതി ഉണ്ടാക്കിയ കഥയൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ജാതിയാണ് ഭരിക്കുന്നത് ഈ രാജ്യത്തിനെ എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കുകയാണ് ഇവിടെ മഹാഭാരതത്തിലുണ്ടോ, രാമായണത്തിലോ, ഒന്നുമില്ല, ഇതിഹാസങ്ങളിലും ഇല്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ. അനുഭവത്തിൽ കേരളത്തിൽ പോലും നമുക്കറിയാം ജാതീയ വിവേചനം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പൗരാണിക കാലത്ത് അല്ലെങ്കിൽ ഒരു 1-2 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അങ്ങനെ അല്ലാതിരുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഇല്ലേ ജാതി? ലീലാമ എന്ന് പറഞ്ഞ നഴ്സിപ്പ് അനുഭവിച്ചില്ലേ കഴിഞ്ഞ ദിവസം? അവര് റേസിസമാണ്. ആ റേസിസം വിവേക് രാമസ്വാമി ഇപ്പൊ നേരിടുന്നില്ല. വീട്ടിൽ ചെരുപ്പിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ ജാതി ചിന്തയൊക്കെ ഒരിക്കലും മാറില്ല. സത്യത്തിൽ അതിങ്ങനെ നഖം വളരുന്നത് പോലെയാണ്, നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കണം. അതെ,
ഒരു ആകെയുള്ളൊരു വാസ്തവം എന്ന് പറയുന്നത് ജാതിയാണ്, ഒരിക്കലും മാറാത്ത പരമാർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ കഥയിൽ ഈ കാഞ്ചിപൂർണൻ എപ്പോഴും ഈ കാഞ്ചിപൂർണനെ രാമാനുജൻ കുട്ടിക്കാലത്തൊക്കെ സന്ദർശിച്ചു കൊണ്ടിരുന്നു. കൂടുതലും ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരാളാണ് കാഞ്ചിപൂർണൻ. യമുനാചാര്യരുടെ ശിഷ്യനുമാണ്. അദ്ദേഹമാണ് ഈ തുടക്കകാലത്തൊക്കെ ആരംഭകാലത്തൊക്കെ രാമാനുജാചാര്യരിൽ വലിയ സ്വാധീനമായത് കാഞ്ചിപൂർണൻ എന്ന് പറഞ്ഞ ദലിത് ഗുരു ആണ്. 16 വയസ്സിൽ രാമാനുജൻ്റെ വിവാഹം. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചുപോയപ്പോൾ കാഞ്ചിപൂർണനെ തന്നെ ഗുരുവായിട്ട് മരിച്ച് കുടുംബം മൊത്തം താമസം കാഞ്ചീപുരത്തേക്ക് മാറി. ഗുരു എവിടെയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് മാറി. അപ്പോൾ അവിടെ തന്നെ ഈ അദ്വൈതം പഠിപ്പിക്കാൻ ഒരു ഗുരുവിനെ കണ്ടുപിടിച്ചു, യാദവ പ്രകാശ്, അദ്വൈതം പഠിപ്പിക്കുന്ന ഗുരു. അപ്പോൾ യാദവ പ്രകാശ് മറ്റേ ശങ്കരാചാര്യര് പറഞ്ഞിട്ടുള്ള ജീവോ ബ്രഹ്മൈവ നാപര എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര, ഒന്നിച്ചാണ് ശ്ലോകം വരുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര. ആത്മാവിനപ്പുറം വേറെ ദൈവമൊന്നുമില്ല എന്ന് ഈ അദ്വൈത ഗുരു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പറയുന്നത് രാമാനുജാര്യർക്ക് വലിയ കുണ്ഠിതം ഉണ്ടാക്കി. വേറെ ദൈവമൊന്നുമില്ല, ആത്മാവാണ് ദൈവം. അതെ, അത് ബ്രഹ്മത്തിന്റെ കൂടെയാണല്ലോ, ഇതെല്ലാം ഏകമാണ്, അഭിന്നമാണ് എന്നാണല്ലോ അദ്വൈത സിദ്ധാന്തം. അപ്പോൾ അത് ഒരിക്കൽ വേറൊരു ശിഷ്യൻ ഈ ഗുരുവിന്, ഈ യാദവ പ്രകാശിന് കാല് തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറൊരു ശിഷ്യൻ ചാന്തോഗ്യോപനിഷത്തിൽ ഒരു ഭാഗത്ത് സംശയമുണ്ട്, ഒരു ശ്ലോകത്തില്, ഒരു മന്ത്രത്തില്, അതൊന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കാമോ എന്ന് യാദവ പ്രകാശിനോട് ചോദിച്ചു. ആ ശ്ലോകം ഇതാണ്: തസ്യേധ കാപ്യാസം പുണ്ടരീകമേവാക്ഷിണി. ഇതാണ് മന്ത്രം. ഇത് ദൈവ നേത്രങ്ങളുടെ ഭംഗി ആണ് ഈ മന്ത്രത്തിലുള്ളത്. പക്ഷെ ഗുരു ഇതിൽ ദൈവം എന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പൊ ഗുരു അദ്വൈതിയാണല്ലോ. ഗുരു ഇത് ദുർവ്യാഖ്യാനം ചെയ്തു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കണ്ണുകളുടെ ചോണിമ കുരങ്ങിന്റെ പൃഷ്ഠം പോലെയാണ് എന്ന് പറഞ്ഞു. കുരങ്ങിന്റെ പുറകിലൊരു ചുമപ്പ് കാണുമല്ലോ, അതാണ് ഈ നേത്രം എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ അകത്ത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ വേണം. കാരണം കാപ്യാസം എന്നുണ്ട്, കബി എന്ന് പറഞ്ഞാൽ കുരങ്ങാണല്ലോ സംസ്കൃതത്തില്. വേറെ അർത്ഥമുള്ളതും മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തു ദൈവത്തിനെ അംഗീകരിക്കാൻ. പക്ഷെ അത് മര്യാദയ്ക്ക് ഈ ഗുരുവിന് അദ്വൈതം മര്യാദയ്ക്ക് അറിയാഞ്ഞിട്ടാണ്. ഭക്തി പ്രസ്ഥാനത്തിലും അങ്ങനെ ആകാം എന്ന് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ കബി എന്നാൽ കുരങ്ങാണ് എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് കേട്ടിട്ട് രാമാനുജന്റെ കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഈ ദൈവമില്ല എന്നുള്ള പ്രസ്താവനയാണല്ലോ വരുന്നത്. ഇത് ഗുരുവിൻ്റെ കാൽക്കൽ വീഴുകയും ചെയ്തു. അപ്പോൾ ഗുരു ചോദിച്ചു, നിനക്കെന്ത് പറ്റി, എന്താണ് ഇപ്പം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രാമാനുജൻ പറഞ്ഞു, ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അങ്ങ് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ വ്യാഖ്യാനം പറ എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ രാമാനുജൻ പറഞ്ഞു, പുണ്ടരീകം എന്ന് പറഞ്ഞാൽ താമര, കാപ്യാസം എന്ന് പറഞ്ഞാൽ സൂര്യൻ വിരിയിച്ചത് എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് സൂര്യൻ വിരിയിച്ച താമര പോലെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ചാന്തോഗ്യോപനിഷത്തിലെ ഈ വാചകം പറയുന്നത് ദൈവമുണ്ടെന്നാണ് എന്ന് വ്യാഖ്യാനിച്ചു ഇദ്ദേഹം. അപ്പോൾ ഗുരുവിനെ തിരുത്തിയല്ലോ ശിഷ്യൻ, അത് ഗുരുവിന് പിടിച്ചില്ല. അഹങ്കാരിയാണ് ഗുരു. ശിഷ്യൻ മറ്റേ ശങ്കരാചാര്യരെ ഒക്കെ തിരുത്താൻ മാത്രമായി എന്നൊക്കെ പറഞ്ഞ് അപഹസിക്കാനൊക്കെ തുടങ്ങി. ഗുരുകുലമാണല്ലോ, കുറെ ശിഷ്യന്മാരുള്ള സ്ഥലമാണ്. അകൽച്ച വന്നു. ആ സമയത്ത് രാജാവ്, ഈ രാമാനുജന് കുറച്ച് പേരൊക്കെ ഉണ്ട് ആ സമയത്ത്,
തന്നെത്താനൊരു സ്കോളറാണ്. ഈ ഗുരുവിനെയും ശിഷ്യനെയും രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ഈ രാജകുമാരിക്ക്, രാജാവിൻ്റെ മകൾക്ക് പ്രേതബാധയുണ്ട്, അതൊന്ന് ഉച്ചാടനം ചെയ്ത് കിട്ടണം, ഇതാണ്. അപ്പോൾ ഈ പ്രേതം വന്നിട്ട് ഈ രാജകുമാരിയുടെ ഉള്ളിലുള്ള പ്രേതം ഗുരുവിനെ കളിയാക്കി. അപ്പോൾ തനിക്ക് വിവരമൊന്നുമില്ല, താൻ ആ ശിഷ്യൻ രാമാനുജനെ വിളിക്കേ എന്ന് പ്രേതം പറഞ്ഞു രാജകുമാരി വഴി. അങ്ങനെയും താഴ്ത്തി കെട്ടി. അപ്പോൾ രാമാനുജനോട് പ്രേതം പറഞ്ഞു, അങ്ങയുടെ പാദരേണുക്കൾ അല്ലെങ്കിൽ പാദധൂളി എനിക്ക് കിട്ടിയാൽ മതി, അത് വലിയ അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തപ്പോൾ പ്രേതം കാല് ചവിട്ടിയിരിക്കുന്ന മണ്ണ് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രേതം സലാം പറഞ്ഞ് സ്ഥലം വിട്ടു. എനിക്കിത് മതി, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് പ്രേതം പോയി. അപ്പോൾ കൂടുതൽ പക വന്നു. അപ്പോൾ മറ്റേ ഗുരു എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്തു ശിഷ്യന്മാർക്ക്, രാമാനുജനെ തീർക്കണം എന്ന് പറഞ്ഞിട്ട്. അന്നുണ്ട് ഈ പരിപാടി. അപ്പോൾ ഒരു ഗംഗാ യാത്ര പ്ലാൻ ചെയ്തു അതിന് വേണ്ടി. അപ്പോൾ മറ്റേ ബന്ധുവായിട്ടുള്ള ഗോവിന്ദന്റെ കൂടെ ഇതൊന്നും അറിയാതെ രാമാനുജനും നിഷ്കളങ്കനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടിട്ട് കാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൂജയൊക്കെ ആയിട്ട് അയച്ചു രാമാനുജനെ. അങ്ങനെ കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ കാട്ടിലെ ഏകാന്തമായ സ്ഥലത്ത് വെച്ചിട്ട് അവനെ തട്ടിയേക്കെന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരെയും അയച്ചു. ഇത് ഗോവിന്ദൻ കേട്ടു. ഗോവിന്ദൻ എന്നിട്ട് ഓടി രാമാനുജനോട് പറഞ്ഞു. രാമാനുജൻ അവിടെ നിന്ന് പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്തു വരുമ്പോൾ കാട്ടിൽ വെച്ചിട്ട് ഈ വേട്ടയ്ക്കിറങ്ങിയ ദമ്പതിമാരെ കണ്ടു. ദമ്പതിമാരോട് കാര്യമൊക്കെ പറഞ്ഞു. ദമ്പതിമാർ പറഞ്ഞു, നിന്നെ കാഞ്ചീപുരത്ത് വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് വഴിയൊക്കെ അറിയാം, ഞങ്ങളുടെ കൂടെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ രാത്രി വിശ്രമിച്ചു. അവരുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ദമ്പതിമാരെ കാണാനില്ല. അപ്പൊ രാമാനുജന് മനസ്സിലായി ഇത് വിഷ്ണു ഭാര്യ ലക്ഷ്മിയുമാണ്. ദൂരെ ചക്രവാളത്തേക്ക് നോക്കിയപ്പോൾ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണാം. അപ്പോൾ സ്ഥലത്തെത്തിയതാണ് എന്ന് മനസ്സിലായി. അതിനുവേണ്ടി അവർ വന്നതാണെന്നും മനസ്സിലായി. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി. എന്നിട്ടും ഗുരുകുലത്തിൽ വീണ്ടും പോയി രാമാനുജൻ. തിരിച്ചുപോയി പഠിക്കാൻ. ഇദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പകയൊന്നും തോന്നിയില്ല. ആ സമയത്താണ് ഈ 100 വയസ്സുള്ള യമുനാചാര്യർ ഒരു പിൻഗാമിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നതും ഈ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ വെച്ച് രാമാനുജനെ കാണുന്നതും. അപ്പോൾ അങ്ങനെ യാദവപ്രകാശനോട് പറഞ്ഞു, ഇങ്ങനെ ഇയാളെ ശിഷ്യനായിട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഗുരുകുലത്തിൽ 2 മന്ത്രങ്ങളെപ്പറ്റി വീണ്ടും തർക്കമുണ്ടായി. ഗുരുവും രാമാനുജനുമായിട്ട് തർക്കം വന്നു. ആ മന്ത്രങ്ങൾ എന്താന്ന് വെച്ചാൽ നിർലംബ ഉപനിഷത്തിലെ ഒരു മന്ത്രം, അത് നമുക്കറിയാവുന്നതാണ്. ഉപനിഷത്തിലെ വേറൊരു മന്ത്രമായിട്ട് സർവം ഗൽവിതം ബ്രഹ്മ നേഹ ജ്ഞാനാസ്തി കിഞ്ചന. ഇത് നിർലംബ ഉപനിഷത്തില്. ഇത് കുറച്ചുകൂടി നമുക്ക് പരിചയമുണ്ട് ചാന്തോഗ്യോപനിഷത്തിലെ സർവം ഗൽവിതം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസിത. ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ അദ്വൈതികൾ ഈ ഉപനിഷത്ത് മന്ത്രം പറയുന്നത് ആത്മാവും ദൈവവും ഒന്ന് എന്ന് പറയാനാണ്, അഭിന്നമാണ് എന്ന് പറയാനാണ്. ഒന്നെന്നല്ല, അത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് ഈ ഫിലോസഫിയുടെ ഭാഗത്തുനിന്ന് ഗുരുദേവൻ പറഞ്ഞത് ശരിക്ക് വ്യാഖ്യാനിക്കണം എന്നുണ്ടെങ്കിലും ഏകം എന്നുള്ള സംസ്കൃത വാക്കെടുത്താലേ ശരിയാവുള്ളൂ. ഒന്നെന്നല്ല, വണ്ണല്ല, ഏകം എന്നുള്ളത് 2 അർത്ഥമാണ്. അപ്പോൾ അദ്വൈതികൾ ഇത് ആത്മാവും ദൈവവും അഭിന്നമാണെന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ രാമാനുജൻ ഈ മന്ത്രങ്ങളെ വ്യാഖ്യാനിച്ചത് ആത്മാവ് ബ്രഹ്മത്തിൽ, അതായത് ദൈവത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് ഇതിൽ പറയുന്നതെന്ന്. ദൈവത്തിൽ നിന്നാണ് ആത്മാവ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ 2 എൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞു.
ആ ബ്രഹ്മത്തിൽ ആത്മാവിരിക്കുന്നു, അതിൽ ലയിക്കുന്നു. അതെങ്ങനെയാണ്? മത്സ്യം സമുദ്രത്തിൽ ജനിക്കുന്നു, ജീവിക്കുന്നു, അതിൽ ലയിക്കുന്നു. പക്ഷെ ആരും മത്സ്യം സമുദ്രമാണെന്ന് പറയാറില്ല, ഇല്ലല്ലോ. അങ്ങനെ അത് രണ്ടും രണ്ടാണെന്ന് പറയുന്നത് പോലെ ആത്മാവും ദൈവവും രണ്ടാണ് എന്ന് പറഞ്ഞു. ആത്മാവ് ദൈവത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്, അല്ലാതെ മൊത്തത്തിൽ അല്ല. ഒരു കണം മാത്രമാണ്, ഒരു ദൈവ കണം ആണ് ആത്മാവ് എന്ന് പറഞ്ഞു. അത് ദൈവമല്ല. അപ്പം ഇതാണ് ഈ വിശിഷ്ടാദ്വൈതത്തിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. 120 കൊല്ലത്തോളം രാമാനുജ ആചാര്യർ ജീവിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ധാരാളം ക്ഷേത്രങ്ങൾ, പിന്നീട് ഈ യമുനാചാര്യൻ ഇദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് വരാനായിട്ട് ഈ തർക്കം, ഈ 2 മന്ത്രങ്ങളെ ചൊല്ലി തർക്കം മുറുകിയ സമയത്താണ് ഒരു ശിഷ്യനെ അയക്കുന്നത്. നല്ല അവസരമാണ്. അദ്ദേഹം പോയി. അദ്ദേഹം യമുനാചാര്യരുടെ സവിധത്തിൽ എത്തുമ്പോൾ അന്ന് എത്തുന്നതിന് മുമ്പ് യമുനാചാര്യർ സമാധിയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം പിൻഗാമിയാണ്, ആവുകയാണ്, വൈഷ്ണവ ആചാര്യനാവുകയാണ്. തുടർന്നാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത്, എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം കൊടുക്കുന്നത്, ക്ഷേത്രങ്ങളോട് ചേർന്ന് സ്ത്രീകൾക്ക് പാഠശാലയൊക്കെ സ്ഥാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നവോത്ഥാനം അന്നേ തുടങ്ങി, അല്ലാതെ ഈ മതിൽ കെട്ടി ഉണ്ടാക്കിയതല്ല. ഏതായാലും ഇതൊരു നമ്മൾ കേൾക്കുമ്പോൾ പുതിയൊരു അനുഭവമാണ്. രസകരമായ ചില കഥകളുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല, അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് ഗുരു പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും ഈ സെക്കുലറിസം അരങ്ങുവാഴുമ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഹാരഥികളെക്കുറിച്ച്, മഹാമുനിമാരെക്കുറിച്ച്, യോഗികളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞു കൊടുക്കാൻ നിർഭാഗ്യവശാൽ മലയാളത്തിൽ അധികം പേരുമില്ല. അതുകൊണ്ടാണ് ഈ വാർത്തകളുടെ ഈ സംപ്രേഷണത്തിനിടയ്ക്ക് നമ്മളൊരു സെഗ്മെൻറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. സത്യത്തിൽ നമുക്ക് വലിയ സങ്കടമുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് പറയാൻ. ഇങ്ങനെ പറയാൻ മറ്റ് ആളുകൾ വരുന്നില്ല. കൂടുതൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ മുന്നേറ്റമുണ്ടാകും. നമ്മൾ ഒരുപാട് മുന്നാക്കം പോകും. പക്ഷേ അതിന് ഉള്ള കാലാവസ്ഥയില്ല. പക്ഷേ ഇതൊരു നിമിത്തമാവട്ടെ. നമുക്ക് കഥേമാമയുടെ യാത്ര തുടരാം. വീണ്ടും നമ്മളോടൊപ്പം സഞ്ചരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.